सुना है लोग उसे आँख भर के देखते हैं, सोच के शहर में कुछ दिन ठहर के देखते അപ്പൊ എന്നെ ഒരു ഗസൽ സിംഗർ എന്നുള്ള രീതിയിൽ ഓൾറെഡി ഒരുപാട് പേർക്ക് നോർത്തിൽ അറിയാമായിരുന്നു, താങ്ക്സ് ടു കോഴിക്കോട്. ബാത് കർനി മുझे मुश्किल कभी ऐसी तो न थी जैसी अब है. നമ്മുടെ വിചാരം ഗസൽ എന്ന് പറയുന്നത് കുറേ ഒരു സീനിയർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അതല്ല, ആക്ച്വലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് മുഴുവൻ മുഷായറാസിലും ഇപ്പൊ ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇത് പാടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള വേദികൾ എന്ന് പറയുന്നത് ഡൽഹി, ഓഫ് കോഴ്സ് ഡൽഹിയാണ് ഇതിൻ്റെ ഒരു ആസ്ഥാനം. എന്താ വെച്ചാൽ ഇവിടെ ഒരു പിസ്സയ്ക്ക് വേണ്ടി 700 രൂപ ചെലവാക്കാൻ ആർക്കും മടിയില്ല, അല്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിക്കാൻ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം നമ്മളൊരു സംഗീത സദസ്സിന് വേണ്ടി എപ്പോഴും ആദ്യം ചോദിക്കുന്ന ഫ്രീ പാസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു ടെൻഡൻസി മാറണം. അവരിപ്പോഴും അവരുടെ കുട്ടികളെ ഹിന്ദി ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, ഗുജറാത്തി ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അപ്പം ഇത്ര പറഞ്ഞു വരുമ്പം പലപ്പോഴും US പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പല ഇമിഗ്രൻസ്, അതായത് ഒരു ജനറേഷൻ പോലും ആയിട്ടില്ല, ആ ഇമിഗ്രൻസിന് മലയാളം സംസാരിക്കാൻ അറിയില്ല. അവരൊക്കെ ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ജനിച്ചു വളർന്ന് അച്ഛനമ്മമാർ മലയാളം എന്നുള്ളൊരു ഭാഷ അവർ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശുദ്ധ സംഗീതം അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം നമുക്കൊരു 20,000 ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി മ്യൂസിക് എഡ്യൂക്കേഷൻ വേണം. ആസൂമി बहा दिया है तुम्हें मैंने रोकर गवा. സെലിബ്രേഷൻ ഓഫ് പെയിൻ ആണ് ഗസൽ സംഭവിക്കുന്നത്. പലപ്പോഴും വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ ഒരു വേദനയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ശരിക്കും അതിനൊക്കെ ഒരു പോയറ്റിക് രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് ഗസൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു പോയറ്റിക് ഫോമാണ്. പൗർണമി കന്യയ്ക്കു 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചൊരു സ്ത്രീ ഹിന്ദുസ്ഥാനിയിലും ഗസലിലും സാന്നിധ്യം ഉറപ്പിക്കുക അത്ര എളുപ്പമല്ല. ആദ്യം തന്നെ ഗായത്രിക്ക് അതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. പ്ലേബാക്ക് എന്ന മേഖലയിൽ നിന്ന് മാറി ഗസലുമായി ഇന്ത്യയിലും വിദേശത്തും വലിയ വലിയ വേദികളിലേക്ക്, അത്ര എളുപ്പമല്ലാത്ത ആ യാത്രയെക്കുറിച്ച്. ബേസിക്കലി അതൊരു നിമിത്തമാതിരി ഉണ്ടായതാണ്. കാരണം ഞാൻ വളരെ സജീവമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ 9 years മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ട് മുട്ടി. പൂർബായൻ ചാറ്റർജി, അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സിത്താർ മായിസ്ട്രോ ആണ്. അപ്പം അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കോയിൻസിഡൻസസ് എന്ന് പറഞ്ഞ മാതിരി അതൊരു ദൈവനിശ്ചയം എന്നുള്ള രീതിയിലായിരുന്നു അത് സംഭവിച്ചത്. അപ്പം മുംബൈയിലേക്ക് മാറേണ്ടി വന്നു. അപ്പം എൻ്റെ എപ്പോഴും ഒരു ഡ്രീം മുംബൈയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഓഫ്കോഴ്സ് എനിക്ക് അതിനുള്ളൊരു ധൈര്യമോ ഗട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വലിയൊരു സിറ്റിയാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം നമുക്ക് ആരെയും പരിചയമില്ല. അല്ലെങ്കിലേ ഞാൻ ഈ നെറ്റ്വർക്കിങ്ങിലൊക്കെ വീക്കാണ്. അപ്പം അവിടെ പോയി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയണത് സ്വപ്നം മാത്രമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി ഹിന്ദുസ്ഥാനി ട്രെയിൻഡ് ആണ്, അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ദീനദയാലു രാമ എന്നുള്ള പാട്ട് കിട്ടാൻ തന്നെ കാരണം ഹിന്ദുസ്ഥാനി ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ്. കാരണം അതിലിപ്പോ ലക്ഷ്മി ഗോപാൽ സ്വാമിയുടെ ഒരു ബംഗാളി. എക്സാക്ട്ലി. അപ്പൊ ഹിന്ദുസ്ഥാനി ട്രെയിനിങ് നല്ല ഉള്ളതുകൊണ്ട് ഗസലും ഞാൻ സൈഡ് ബൈ സൈഡ് പഠിച്ച് വന്നിരുന്നു, ബോംബെയിലൊക്കെ പോയി. അപ്പൊ എനിക്ക് ഈസിയർ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ ബാക്കിംഗ് ട്രെയിനിങ് ആണ് എല്ലാത്തിലും. നമ്മുടെ ക്രാഫ്റ്റ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
അപ്പം അതുള്ളതുകൊണ്ട് പിന്നെ ഈവൻ കോഴിക്കോട് വെച്ച് തന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു ഖയാൽ എന്നുള്ളൊരു ഗസൽ TV ഷോ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഓൾറെഡി വൈറലായിരുന്നു നാഷണൽ ലെവലിൽ. അതിനൊക്കെ അന്നത്തെ കാലത്ത് തന്നെ 3-4 മില്യൺ വ്യൂസ്, അതിൻ്റെ കമൻറ്റുകൾ മുഴുവൻ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ആയിരുന്നു. അപ്പം എന്നെ ഒരു ഗസൽ സിംഗർ എന്നുള്ള രീതിയിൽ ഓൾറെഡി ഒരുപാട് പേർക്ക് നോർത്തിൽ അറിയാമായിരുന്നു, താങ്ക്സ് ടു കോഴിക്കോട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു ആ ഒരു കണക്ഷൻസ് കിട്ടാനായിട്ടും. പിന്നെ മെയിൻലി എന്താന്ന് വെച്ചാൽ നമുക്കൊരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. യു ആർ സീൻ വിത്ത് ദ റൈറ്റ് പീപ്പിൾ. എന്താ പറയാ, ആ ഒരു സർക്കിളിൽ ചെന്നപ്പെടുക, മേഫിൽസിൽ ചെന്നപ്പെടുക. അപ്പൊ പതുക്കെ നമ്മുടെ ടാലന്റ് അവർ നോട്ടീസ് ചെയ്ത് തുടങ്ങും. പക്ഷെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ജോഗ്രഫിക്കലി നമ്മൾ അവിടെ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് പതുക്കെ ഒരു നാഷണൽ കരിയർ ഉണ്ടാക്കാൻ പറ്റിയത് ഗസലിൽ. ഒരു സ്ത്രീ എന്നുള്ളത് പൊതുവെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എപ്പോഴും. ഇതൊരു പുരുഷന്റെ മേഖല ആയതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളൊരു അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ആ ഫീൽഡിൽ, ഗസലല്ല ക്ലാസിക്കൽ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു കിട്ടാൻ കുറെ കൂടി ഈസി ആയിരുന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു പെനിട്രേറ്റ് ദ സർക്കിൾ. ഇതിപ്പോ ഓൾറെഡി നമ്മളൊരു ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യന്റെ വൈഫ് ആയതുകൊണ്ട് ഇൻട്രൊഡക്ഷൻസ് ഈസിയാണ്. അപ്പം എനിക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം ആയിട്ട് പറയാണ്, 2016 ഖസാന ഫെസ്റ്റിവലിലാണ് എൻ്റെ ഫസ്റ്റ് ഗസൽ ആൽബം ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് ലോഞ്ച് ചെയ്യുന്നത് മറ്റാരുമല്ലാതെ ലെജൻഡറി പങ്കജ് ഉദാസ് ജിയാണ്. അപ്പൊ അദ്ദേഹം ഒന്നും നമ്മളോടൊപ്പം ഇല്ലാത്ത 2 വർഷം മുമ്പ് അദ്ദേഹം അന്തരിച്ചു. അപ്പൊ പങ്കജീനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പൊ മുംബൈ ഒരു സിറ്റിയിൽ പോയി അങ്ങനെ മീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ അറിയാം ഓൾറെഡി. അപ്പം പങ്കജിയുടെ മകള് നയാബ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ടോപ്പ് ഇവന്റ് മാനേജേഴ്സ് ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നയാബ്. അപ്പൊ നേരിട്ട് എന്നെ പങ്കജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ ആൽബം അദ്ദേഹത്തെ കേൾപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി കേട്ടിട്ട്. ഹി വാസ് റിയലി ഇംപ്രസ്ഡ്. ഒരു മലയാളി ലാംഗ്വേജിന് വേണ്ടി ഇത്ര അധികം വർക്ക് ചെയ്യുക, ഉറുദുമായിട്ടുള്ള ലാംഗ്വേജ് വർക്ക് ചെയ്യുക, ഇൻഡിപെൻഡന്റ് മ്യൂസിക് തനിയെ ഉണ്ടാക്കുക. അപ്പൊ അദ്ദേഹം ഇത് കേട്ട വഴിക്ക് ഫുൾ ആൽബം അദ്ദേഹം കേട്ടു എന്നുള്ളത്, അദ്ദേഹം അതിനുള്ള ടൈം തന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം ഒരു 2 days കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് എനിക്ക് കോള് വന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ഖസാന ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാനായിട്ട്. അപ്പം ഒപ്പം തന്നെ നമുക്ക് ഈ ആൽബം ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. തലത് അസീസ് സർ, അനൂപ് ജലോട്ടാജി, പങ്കജ് പിന്നെ രേഖ ഭരദ്വാജ്, നമ്മുടെ ഫേമസ് പ്ലേബാക്ക് സിംഗർ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇത് ലോഞ്ച് ചെയ്യാം. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ അതൊരു ഡ്രീം കം ട്രൂ ആണ്. ഒരു ഓഡിയോ ലോഞ്ച് ഇപ്പോഴത്തെ കാലത്ത് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൾട്ട്. അതിനു വേണ്ടി വെന്യൂ ബുക്ക് ചെയ്യണം, ഈ VIPs കിട്ടണം. ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ലോഞ്ചും കിട്ടി, പ്ലസ് എൻ്റെ ഒരു പെർഫോമൻസും വെച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഫെസ്റ്റിവലിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആദ്യം തന്നെ കിട്ടുമ്പോൾ പിന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്യും, മനസ്സിലായോ? അതിന്റെ ന്യൂസ് എല്ലായിടത്തും വരുന്നു. അപ്പൊ ഗസൽ എന്ന മേഖല ഫോളോ ചെയ്യുന്ന ഒരു മുഴുവൻ ആ ഫെസ്റ്റിവലിനുണ്ട്. അവിടെ പേട്രൻസ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ പതുക്കെ നമുക്ക് അതിൽ നിന്നാണ് ഈ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയണത്. അപ്പൊ ഒരു ചെയിൻ മാതിരി. പിന്നെ ജഷ്നെ രേഖ്ത ഡൽഹിയിൽ പെർഫോം ചെയ്തു അതേ വർഷം തന്നെ. അത് ജാവേദ് അക്തർ സാബ് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്. അറൗണ്ട് 10,000-15,000 ആൾക്കാർ ആ ഒരു ഓപ്പൺ എയർ ഓഡിയൻസിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് പതുക്കെ പിന്നെ നമ്മുടെ മ്യൂസിക്കിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഷോസ് തനിയെ വരും. ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഇഷ്ടപ്പെട്ട ഒരു ഗസൽ. അതെ, ഞാൻ എൻ്റെ തന്നെ ഗസൽ പാടാം. ഞാൻ പറഞ്ഞ മാതിരി ഖസാനയിൽ ലോഞ്ച് ചെയ്ത് അഹമ്മദ് ഫറാസ് എന്നുള്ള വലിയൊരു പോയിറ്റിന്റെ വരികളാണ്. അതിൽ ഫൈസ് അഹമ്മദ്, ഫൈസ്, മിർസ ഗാലിബ് ഇവരുടെയൊക്കെ ഗസൽസ് ഉണ്ട്. പക്ഷെ ട്യൂൺസ് എല്ലാം ഒറിജിനലാണ്. സുനാ ഹൈ ലോഗ് ഉസേ आँख भर के देखते हैं,
सोस के शहर में कुछ दिन ठहर के देखते हैं, सुना है लोग, सुना है लोग, सुना है लोग. ഇന്ത്യയിലും വിദേശത്തും ഗസലുമായി യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഓരോ സ്ഥലത്തും ആസ്വാദകരും വ്യത്യസ്തരായിരിക്കും. ഇഷ്ടപ്പെട്ട വേദികൾ ഏതൊക്കെയാണ്? ബേസിക്കലി ഉറുദു പോയട്രി അറിയുന്ന ഒരു വേദിയിൽ പാടുകയാണെങ്കിൽ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വേദികൾ എന്ന് പറയുന്നത് ഡൽഹി, ഓഫ് കോഴ്സ് ഡൽഹിയാണ് ഇതിൻ്റെ ഒരു ആസ്ഥാനം. മുംബൈനെക്കാട്ടും അധികം. മുംബൈയിൽ ഓഫ് കോഴ്സ് ഞാൻ ഷോസ് ചെയ്യാറുണ്ട്. നീത മുകേഷ് അംബാനി കൾച്ചറൽ സെൻറ്ററിൽ ഈ അടുത്ത് എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നെഹ്റു സെൻറ്ററിൽ ഈ അടുത്ത് ഹരിഹരൻജിയുടെ ഒപ്പം പാടാൻ സാധിച്ചു ഗസൽസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഉറുദു പോയട്രിയുടെ ഒരു കൾച്ചർ കൂടുതൽ ഡൽഹിയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പെർഫോം ചെയ്യാനായിട്ട് ഇഷ്ടം ഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഹൈദരാബാദിലും കുറച്ചൊരു നവാബ് കൾച്ചർ ഉള്ളതുകൊണ്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് അത് അങ്ങനെ. പിന്നെ ലക്നൌവിൽ ഭയങ്കര, കാരണം ബേഗം അക്തറിന്റെ ഒക്കെ ഒരു സിറ്റിയാണ് ലക്നൗ. അപ്പൊ അവിടെ ഇതുമാതിരി കഴിഞ്ഞ വർഷം സംഗീത് നാടക അക്കാഡമി എൻ്റെ ഗസൽ ഷോ വെച്ചിരുന്നു. അവിടെ ബ്യൂട്ടിഫുൾ ഓഡിയൻസ് ആയിരുന്നു. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട് ഈ ഓഡിയൻസിൽ. അപ്പം നമ്മുടെ വിചാരം ഗസൽ എന്ന് പറയുന്നത് കുറേ ഒരു സീനിയർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അതല്ല. ആക്ച്വലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് മുഴുവൻ മുഷായറാസിലും ഇപ്പം ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇത് പാടുന്നുണ്ട്. മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഴ്സ് കുറെ കൂടി മുൻപോട്ട് വന്ന് ഈ യങ്സ്റ്റേഴ്സിനെ കൂടി പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എബ്രോഡ് എൻ്റെ ഒരു ഫുൾ ഗസൽ ടൂറ് US ഉണ്ടായിരുന്നു. അതിനൊരുപാട് എന്താ പറയുക പാകിസ്ഥാനി ഓഡിയൻസും കേൾക്കാനായിട്ട് വന്നിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ യൂട്യൂബ് വീഡിയോസ് വൈറൽ ആയതുകൊണ്ട് ഗസലിന്റെ അവരുടെ ലാംഗ്വേജ് ആണല്ലോ ഉറുദു. അപ്പൊ അവരും ഒരുപാട് ഓഡിയൻസിലുണ്ടായിരുന്നു, കുറെ അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു US. അതുമാതിരി നൈറോബിയിൽ ഇതുമാതിരി ജഗ്ജീത് സിംഗ് സാഹിബിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് കോൺസേർട്ട് നൈറോബിയിൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് 7 ജനറേഷൻ മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് ഈ നൈറോബിയിലുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട്, അതായത് 7th ജനറേഷൻ ഇമിഗ്രൻസ് ആണ്. എന്നിട്ട് പോലും അവരുടെ കൾച്ചറിനെ എന്താ പറയുക ഓണർ ചെയ്തുകൊണ്ട് ഗസൽ ഷോസ് അവിടെ ഓർഗനൈസ് ചെയ്യാന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് ആ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനോടും ഇന്ത്യൻ കൾച്ചറിനോടുള്ള അവരുടെ ലോയൽറ്റി. അവരിപ്പോഴും അവരുടെ കുട്ടികളെ ഹിന്ദി ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, ഗുജറാത്തി ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അപ്പം ഇത്ര പറഞ്ഞു വരുമ്പം പലപ്പോഴും US പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പല ഇമിഗ്രൻസ്, അതായത് ഒരു ജനറേഷൻ പോലും ആയിട്ടില്ല, ആ ഇമിഗ്രൻസിന് മലയാളം സംസാരിക്കാൻ അറിയില്ല. അവരൊക്കെ ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ജനിച്ചു വളർന്ന് അച്ഛനമ്മമാർ മലയാളം എന്നുള്ളൊരു ഭാഷ അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ അപൂർവമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഫാമിലീസെ ആ ഒരു മാതൃഭാഷയോടുള്ളൊരു എന്താ പറയുക ലോയൽറ്റി കാണിച്ച് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 7 ജനറേഷൻ മുമ്പുള്ള ഇമിഗ്രൻസിൻ്റെ മക്കള് ഇപ്പോഴും ഹിന്ദി സംസാരിക്കുക, ഗുജറാത്തി സംസാരിക്കുക, നമ്മുടെ കോൺസേർട്സ് അവിടെ സംഘടിപ്പിക്കുക എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു എന്താ പറയുക നന്ദി തോന്നും. ടിക്കറ്റ് വാങ്ങിച്ച ആൾക്കാർ പാട്ട് കേൾക്കാൻ പോകണം. മുംബൈയിൽ ഓൾറെഡി ആ കൾച്ചർ ഉണ്ട്. അപ്പോൾ അത് എബ്രോഡ് ഉണ്ട് ആ ഒരു കൾച്ചർ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു പിസ്സയ്ക്ക് വേണ്ടി 700 രൂപ ചെലവാക്കാൻ ആർക്കും മടിയില്ല. അല്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിക്കാൻ പോയി, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം നമ്മളൊരു സംഗീത സദസ്സിന് വേണ്ടി എപ്പോഴും ആദ്യം ചോദിക്കുന്ന ഫ്രീ പാസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു ടെൻഡൻസി മാറണം. കാരണം കൾച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി. കൾച്ചർ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതെ അല്ലേ? നമ്മുടെ ഒരു എത്രയോ വർഷങ്ങളായിട്ടുള്ള ഐഡന്റിറ്റി അതല്ലെങ്കിൽ നമ്മളൊരു കമേഴ്ഷ്യൽ പെർച്ചേസബിൾ വേൾഡായി മാറും. നമ്മൾ റോക്കിനെ മാത്രം പ്രൊമോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ റോക്കിനെ അത് മാത്രമാണ് മ്യൂസിക് എന്ന് വിചാരിക്കരുത്. നമ്മളെല്ലാതരം മ്യൂസിക്കിനെയും നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കൾച്ചർ ഇവിടെ ഒരു ആവശ്യമാണ്. ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവെ ആഘോഷിക്കപ്പെടുന്നത് സിനിമ, സംഗീതമാണ്. ആബ്സല്യൂട്ട്ലി. മറ്റുള്ള സംഗീതം ഉണ്ടെങ്കിൽ പോലും വളരെ ചെറിയ രീതിയിൽ, അത്ര വലിയൊരു ആഘോഷ വേദികളൊന്നും അതിന് കാണാറുമില്ല. എങ്ങനെയായിരുന്നു
കേരളത്തിൽ പെർഫോം ചെയ്യുമ്പോഴുള്ളൊരു സാഹചര്യം? കേരളത്തിൽ പണ്ട് ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു. അതെ, അതാണ് അവിടെയാണ് എനിക്കൊരു എന്താ പറയാ, എവിടെയാണ് നമ്മളിത് ലൂസ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പം ഞാൻ വീണ്ടും മുംബൈയിലേക്ക് വരുമ്പം ഇപ്പൊ നീത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററോ അല്ലെങ്കിൽ NCPA ടാറ്റാസിന്റെ നാഷണൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ്, ഈ രണ്ട് കൾച്ചറൽ സെന്റേഴ്സിന്റെ ഒരു സ്കോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചറൽ സെന്റർ കേരളത്തിൽ ഇല്ല. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള തിയേറ്റേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്കിപ്പം എത്രയോ NRI പേറ്റർനേജ് ഉണ്ട്, നമുക്കും അങ്ങനെ ഒരു കൾച്ചറൽ സെന്റർ തുടങ്ങി ഞാൻ പറയണ വലിയ രീതിയിൽ ചെയ്യണ്ട, ഒരു 300 ഓഡിയൻസിന് വേണ്ടി ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ ശുദ്ധ സംഗീതം അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ 20,000 ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി മ്യൂസിക് എഡ്യൂക്കേഷൻ വേണം. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം മ്യൂസിക് എഡ്യൂക്കേഷനിലേക്കാണ് വരുന്നത്. ചെറുപ്പം തൊട്ടേ കരിക്കുലത്തിൽ മ്യൂസിക് ആവശ്യമാണ്. കർണാടക സംഗീതം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കണം. കുട്ടികളെ എല്ലാതരം മ്യൂസിക് എക്സ്പോസ്ഡ് ആവണം. അപ്പൊ അത് എപ്രീസിയേഷൻ ഉണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങണ്ടേ. അതെ. അപ്പോ ഞാൻ പറയണെങ്കിൽ ചെറിയ ചെറിയ ഇന്റിമേറ്റ് ആയിട്ടുള്ള ബേഠക്സ്, കോൺസേർട്ട് ഹാൾസ്, ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹാൾസ് ഇവിടെ കോർപ്പറേറ്റ് പേറ്റർനേജ് ആവശ്യമാണ്. കാരണം കോർപ്പറേറ്റ്സ് ഇതിന് ഒരു CSR എന്ന് പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കേരളത്തിലെ കോർപ്പറേറ്റ്സിനും ആവശ്യമാണ്. എന്നാലേ ഇങ്ങനത്തെ ഒരു കൾച്ചറൽ സെന്റർ ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കുറെ മോൾസ് കെട്ടിവെക്കണോണ്ട് കാര്യമില്ലല്ലോ. മോൾസ് അതിനോട് ചേർത്തിട്ട് ശരിക്കും ഇങ്ങനെ ഒരു സെന്ററും കൂടെ ആകാവുന്നതാണ്. വലിയ വലിയ മോൾസിൽ ഒരു ചെറിയ ഹാള് വെക്കുക, എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഭയങ്കര പൈസയിലൊന്നും നമ്മൾ ടിക്കറ്റ് വെക്കണ്ട, ഒരു 200 റുപ്പീസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ രീതിയിൽ ഒരു ചെറിയ കോൺസേർട്ട് ഹാള് ഈ മോൾസിൽ തന്നെ പണിതിട്ട് മെഹഫിൽസ് വെക്കുക. അതായത് ഗസൽ മെഹഫിൽ വെക്കുക, കർണാട്ടിക് മെഹഫിൽ വെക്കുക, ഫ്യൂഷൻ മെഹഫിൽ, അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഒരു സ്പേസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു 300-500 റുപ്പീസിൽ വെക്കുകയാണെങ്കിൽ കുറെ സ്പോൺസേഴ്സ് വരും, ഒരു സംശയമില്ല. എന്നാൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു നല്ല പ്ലഷ് ഓഡിറ്റോറിയം ആവശ്യമാണ്. അതൊരു എക്സ്പീരിയൻസ് ആയി മാറണം. മനസ്സിലായ? അതായത് ഒരു സീറ്റ് പൊളിഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ, AC ഇല്ലാത്ത ഓഡിറ്റോറിയത്തിൽ ആർക്കും പോകാൻ ഇപ്പോഴത്തെ കാലത്ത് താല്പര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഇന്റിമേറ്റ് മെഹഫിൽസ് വരുത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്നൌവില് ഞാൻ പറഞ്ഞില്ലേ, സംഗീതനാടക അക്കാഡമി ബേഗം അക്തർ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഗസൽ ഷോ ചെയ്തു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഗീതനാടക അക്കാഡമി ബുക്ക് മൈ ഷോടൊപ്പം എഫിലിയേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ ആരും അറിയ പോലും ഇല്ല. കാരണം എന്താ വെച്ചാൽ പബ്ലിസിറ്റി ഇല്ലല്ലോ. പബ്ലിസിറ്റി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആൾക്കാരെങ്ങനെ വരും? ബുക്ക് മൈ ഷോയില് വന്നിട്ട് ഇവരൊരു ചെറിയ എമൗണ്ട് സ്റ്റുഡൻസിനൊക്കെ വരാൻ വേണ്ടി അവർ ആകെ ഒരു 100-200 റുപ്പീസേ അവർ ടിക്കറ്റ് പ്രൈസ് വെച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡൻസും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റി ടിക്കറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഗവൺമെന്റ് ഷോസിന് പബ്ലിസിറ്റി കുറവാണ്. അപ്പം ബുക്ക് മൈ ഷോയില് വന്നോടുകൂടി ഓഡിറ്റോറിയം ഒരു 350 പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഓഡിറ്റോറിയം ഫുൾ പാക്ഡ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ വേദികളിലെ ആവശ്യപ്പെടുന്ന ഗസൽ ഏതാ? അങ്ങനെ ആവശ്യങ്ങൾ വരാറുണ്ട്? ആവശ്യങ്ങൾ മാക്സിമം വരുന്നത് മെഹദി ഹസൻ സാഹിബിന്റെ ഞാൻ പാടിയ ഒരു ബാത് കർണി എന്നുള്ളൊരു ഗസലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഈ ഖയാൽ എന്നുള്ള ഷോ കോഴിക്കോട് വെച്ച് ചെയ്തിരുന്നു. അപ്പൊ മീഡിയ 1 ചാനലിന് വേണ്ടി. അപ്പൊ അത് ഇതുമാതിരി യൂട്യൂബിൽ ഒരുപാട് വ്യൂസ്. എനിക്ക് തോന്നുന്നത് 10 years മുമ്പ് ഞാൻ ചെയ്തൊരു കോൺസേർട്ടാണ്. പക്ഷെ ആസ് എ ഗസൽ സിംഗർ എന്നെ ഒരു നാഷണൽ ലെവലിൽ അറിയാൻ കാരണം ഈ ഒരു ഗസലാണ്. ബഹദൂർ ഷാ സഫർ, നമ്മുടെ ലാസ്റ്റ് മുഗൾ എംപറർ എഴുതിയ ഗസലാണ്. ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് മെഹദി ഹസൻ സാഹിബ് പാടിയതാണ്. ഇതിന് എവിടെ പോയാലും ഇപ്പോഴും എനിക്ക് അതിനുള്ളൊരു റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പൊ അത് ബാത് കർനി മുझे मुश्किल कभी ऐसी तो न थी जैसी अब है तेरी महफिल कभी ऐसी तो न थी बात करनी
സക്കീർ ഹുസൈനൊപ്പം ഒരു പാട്ട് ചെയ്തിരുന്നല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അദ്ദേഹം എൻ്റെ ഒരു ഗസൽ ട്രാക്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ട്. അത് സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസലാണ്. അപ്പോ ഇത് നമ്മൾ പാൻഡമിക്കിന്റെ സമയത്ത് ഒരു ആൽബം ഇറക്കി. എൻ്റെ ഹസ്ബൻഡ് പൂർബാൻ ചാറ്റർജിയാണ് അത് ഫുൾ കമ്പോസ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിനോട് നമ്മൾ ഫോണിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുമോ ഈ ആൽബത്തിൻ്റെ എന്നുള്ള. അപ്പം എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ, എൻ്റെ പാട്ടിൽ പാടാൻ ചോദിക്കാൻ തന്നെ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം പൂർബാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഗസല് കമ്പോസ് ചെയ്തിട്ടുണ്ട്, ആരെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പം താങ്കൾ അതിൽ വായിക്കുകയാണെങ്കിൽ നമുക്കതിലും വലിയൊരു അനുഗ്രഹം ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം അദ്ദേഹം വന്ന് US-ലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു വീട്ടിൽ തന്നെ ഐ നോ എ ഗസൽ സിംഗർ ഹു സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞു. എനിക്കറിയാം അങ്ങനെ ഒരു ഗസൽ സിംഗറിനെ നന്നായി പാടാൻ അറിയുന്ന ഒരു ആളുണ്ട്. ഷീ സ്റ്റേസ് വിത്ത് യു, ഷീസ് യുവർ വൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ലെറ്റ് ഗായത്രി സിംഗ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ആ പാട്ടിൽ അദ്ദേഹം വായിച്ചതും. അത് എന്താ പറയാ, ഇന്നിപ്പോ നമ്മളോടൊപ്പം അദ്ദേഹം ഇല്ല. അത് എന്തൊരു വലിയൊരു ഷോക്കാണ്. ഇപ്പോഴും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അദ്ദേഹം എൻ്റെ ട്രാക്കിൽ വായിച്ചു, ആ വീഡിയോയിലുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഓഫ് കോഴ്സ് ലൈവ് സ്റ്റേജിൽ എനിക്കിതുവരെയായിട്ടും പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുള്ളൊരു സന്ദർഭം സങ്കല്പിക്കാൻ പറ്റുന്നതിന് മുമ്പ് അദ്ദേഹം പോയി എന്നുള്ളതാണ്. വല്ലാത്തൊരു മിസ്സിംഗ്. അതെ അതെ. ആ പാട്ടൊന്നും ആസൂ में बहा दिया है तुम्हें, आंसू में बहा दिया है तुम्हें, मैंने रोकर गवा दिया है तुम्हें, आंसुओं में बहा दिया है तुम्हें. ഈ പാട്ട് സ്പോട്ടിഫൈയിലും ആപ്പിൾ മ്യൂസിക്കിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. സുക്കൂൻ എന്നാണ് ഈ പാട്ടിന്റെ പേര്. സെലിബ്രേഷൻ ഓഫ് പെയിൻ ആണോ ഗസലിൽ സംഭവിക്കുന്നത്? പലപ്പോഴും വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ ഒരു വേദനയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ശരിക്കും അതിനൊക്കെ ഒരു പോയറ്റിക് രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് ഗസൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു പോയറ്റിക് ഫോമാണ്, നോട്ട് നെസസറിലി സെലിബ്രേഷൻ ഓഫ് പെയിൻ. അങ്ങനെ പറയാൻ നമുക്ക് അതിലൊരുപാട് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസുകൾ, ഫിലോസഫി, വളരെ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയനെ കുറിച്ച്, ഇതൊക്കെ അതിലുണ്ട്. അപ്പൊ അതിനെ ഒരു പ്രണയം എന്നുള്ളൊരു ചെറിയ ശാഖയിൽ അതിനെ ഒതുക്കേണ്ട കാര്യമില്ല. വളരെ ഡിഫിക്കൾട്ടാണ് ഒരു ഗസൽ എഴുതുക എന്ന് പറയുന്നത്. കപ്ലെറ്റ്സ്, അതായത് മത്ല, ഷേർ, പിന്നെ മക്ത, ഫൈനലി ആ പോയിറ്റിന്റെ പേര്. അപ്പൊ ഇത് ഗ്രാമാറ്റിക്കലി വളരെ ബുദ്ധിമുട്ടാണ് ഇത് എഴുതാനായിട്ട്, മീറ്ററിൽ എഴുതാനായിട്ട്. അതിന് കുറേ റൂൾസ് ഉണ്ട്. കാഫിയ, രദീഫ്, ഇതൊക്കെ എഴുതാൻ ആ മീറ്ററിൽ എഴുതുക, അതേസമയം തന്നെ ഒരു മെസ്സേജ് അതിൽ കൺവേ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ചൈൽഡ്സ് പ്ലേ. അപ്പം ഓൺ ആൻ ആവറേജ് എനിക്ക് എത്രയോ ഇമെയിൽസ് വരും എൻ്റെ ഗസൽ പാടൂ, പക്ഷെ പലപ്പോഴും അതിന് ഡെപ്ത് ഓഫ് തോട്ട് ഉള്ള ഗസൽസ് വളരെ കുറവാണ്. പ്ലസ് മീറ്ററിൽ എഴുതുക, ഞാൻ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ഒരു സ്റ്റാൻഡേർഡിൽ എഴുതാൻ പറ്റാവുന്നവർ വളരെ കുറവാണ്. പക്ഷെ രേഖ്ത പോലുള്ള ഓർഗനൈസേഷൻസ് കാരണം അതിന് വലിയൊരു റിവൈവൽ വരുന്നുണ്ട്, മുഷായറാസ് ഒക്കെ കാരണം. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഓൾ ടൈം ഗ്രേറ്റ്സ് ആയിട്ടുള്ള മിർസ ഗാലിബും മീർ തക് മീറും, ഇപ്പം കോണ്ടെമ്പററി പോയറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിദ ഫാസ്ലി, ബഷീർ ബാദർ, ഇതൊക്കെ നമുക്ക് ഒരു ജേണി എന്നുള്ള രീതിയിൽ ഇതെല്ലാം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്.
അപ്പോൾ അതിൽ കൺവെർസേഷൻ വിത്ത് ബിലവഡ് എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ ഗസൽ. അപ്പം ഓരോ കപ്ലറ്റും ഓരോ തീം ആയിരിക്കാം. അതായത് ഒരു ഫുൾ തീം ഒരു ഗസലിൽ വേണം എന്നില്ല. 2 വരിയായിട്ട് പിന്നത്തെ 2 വരി ഒരു ബന്ധമില്ലാത്ത ലൈഫിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. മീർ തക്കമീറൊക്കെ ഓപ്പൺലി റിലിജനെ എഗൻസ്റ്റ് എഴുതിയിട്ടുണ്ട്. എല്ലാതരം റിലിജൻ, അതായത് സൂഫീസത്തിലേക്കോ അല്ലെങ്കിൽ കുറെ കൂടി ഒരു അദ്വൈത ഫിലോസഫിയിലേക്ക് പോകുന്ന തരം തീമുകളും ഇതിലുണ്ട്. അപ്പൊ പെയിൻ മാത്രമല്ല, അതിൽ എല്ലാം ഉണ്ട്. അതൊരു ഭയങ്കര ഒരു വലിയൊരു ഓഷ്യനാണ്. അതിലേക്ക് നമ്മളത് ആ ഫിലോസഫി മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇറ്റ് ബിക്കംസ് എ വെരി അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ശ്രേണിയാണ്. ഇപ്പൊ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഗസൽ മ്യൂസിക്കാണ് എൻ്റെ ഒരു അറിവിൽ ഏറ്റവും ടഫായിട്ടുള്ള മ്യൂസിക്. കാരണം എന്താ വെച്ചാൽ അതിൽ രാഗം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ പോയി ഒരു മെഷീൻ മാതിരി പാടിയിട്ട് കാര്യമില്ല. അതിന് നമ്മളൊരു വരി എടുത്തു കഴിഞ്ഞാൽ ഒരു മെഹദി ഹസൻ സാഹിബിനെ അല്ലെങ്കിൽ ഗുലാം അലി സാഹിബിനെ പോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഒരു 5 മിനിറ്റിൻ്റെ ട്യൂൺ 20 മിനിറ്റാണ് പാടുന്നത്. അത് വരി റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, അവരതിൽ രാഗം ചേർത്ത് അതിനെ കച്ചേരിക്ക് പാടുന്ന മാതിരിയാണ് അതിനെ ഇംപ്രവൈസ് ചെയ്ത് പാടുന്നത്. അപ്പം നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടില്ലെങ്കിൽ ഗസൽ പാടാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. അപ്പം നമ്മൾ ഹിന്ദുസ്ഥാനി രാഗാസ് എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ ഉറുദു പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് ആവണം. ഇപ്പം നമ്മൾ ഖുദ എന്നുള്ള വാക്ക് ഖുദ എന്ന് പാടിയാൽ തീർന്നു. അപ്പം അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് വിഷമം തോന്നും. അതായത് ഗസൽ ഉറുദു പഠിക്കാണ്ട് പലരും വന്ന് എന്താ പറയുക, അതിനെ വളരെ ലൈറ്റായിട്ട് കാണരുത്. അതായത് ഇപ്പം ഗം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അപ്പം അതിൽ കുറേ അറബിക് വേർഡ്സ് ഉണ്ട്. അതിനെ ഗം എന്ന് പാടിയാൽ തീർന്നു. അപ്പം അത് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ, ഞാൻ സത്യം പറയാം, എനിക്ക് കേരളത്തിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അത് മിമിക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഞാൻ മുംബൈയിൽ പോയതോടുകൂടി എനിക്കൊരു ഉറുദു ടീച്ചറിനെ കിട്ടിയത്. ഇപ്പം എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയാം. അപ്പോൾ ഇതൊക്കെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ജോൺറയാണ് ഗസൽ. അപ്പം അതിനെ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ നമ്മൾ സിമ്പിൾ ഗസൽസും പാടണം. ഈ ബുദ്ധിമുട്ടുള്ള മാത്രം പാടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ലിറിക്സ്, ജഗ്ജീത് ജിയുടെ ഒക്കെ സിമ്പിളായിട്ടുള്ള കുറേ സിമ്പിളായിട്ടുള്ള കവിത അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കവിത സിമ്പിളായിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അടുത്തത് കോംപ്ലെക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ് കിട്ടും. അതാണ്. അപ്പം നമുക്ക് ഗസലിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. ഗുലാം അലി, ജഗജിത് സിംഗ്, പിന്നെ മെഹദി ഹസൻ, ബീഗം അക്തർ, പങ്കജ് ഉദാസ്, ഹരിഹരൻ, അങ്ങനെ പോകുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും പാടുമ്പോൾ. ഇവരുടെ എല്ലാവരുടെയും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം മെഹദി ഹസൻ സാബാണ് ഇതിൻ്റെയൊക്കെ ഒരു പൈനിയർ എന്ന് പറയുന്നത്. ബീഗം അക്തർ, അവര് രണ്ടുപേരും തുടങ്ങിയത് ബീഗം അക്തർ ആണ് ഇന്ത്യയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ ഈ പറഞ്ഞ മാതിരി കുറേ കൂടിയും ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു എഫേർട്ട്, അതൊരു പൈനിയർ എന്ന് പറയുന്ന ഒരു സാധനം മെഹദി ഹസൻ സാബാണ്. പിന്നെ ജഗ്ജീത് ജി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിനെ കുറെ കൂടി സിമ്പിളാക്കി ഒരു കോമൺ മാൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. സെയിം തിങ് വിത്ത് പങ്കജ് ഉദാസ്. അതിനെ ഇപ്പം ഒരു കോമൺ മാൻ അത് ഹമ്മി ചെയ്യാനുള്ളൊരു സാധനം എത്തിച്ചത് ഇവർ രണ്ടുപേരാണ്. പിന്നെ ഹരിഹരൻ ജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ, ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. ഓഫ്കോഴ്സ് അദ്ദേഹം ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ, കർണാട്ടിക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഇങ്ങനെ ഒരു ഉറുദു വേൾഡിലേക്ക് വന്ന് അതിനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ, അതിൽ കുറച്ച് കർണാട്ടിക് ടച്ച്, കുറേ കർണാട്ടിക് രാഗാസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വളരെ ഇമ്മെൻസ് ആണ്. അപ്പം നമ്മൾ വളർന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ കെസറ്റ്സ് കേട്ടിട്ടാണ് വളർന്നത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റേതായിട്ടുള്ള ഒരുപാട് ഒറിജിനൽസ് ഇറക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ കവേഴ്സ് മാത്രമല്ല പാടുന്നത്. അപ്പം എൻ്റെ ഷോസിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ 3-4 ഒറിജിനൽസ് ഞാൻ പാടും. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പോപ്പുലർ നമ്പേഴ്സ് പാടും. നാട്ടിലാവുമ്പം എൻ്റെ ഫിലിം സോങ്സിന് വേണ്ടി റിക്വസ്റ്റ് എന്തായാലും വരും, ഗസൽ ഷോസ് ആണെങ്കിലും. അപ്പം ചാഞ്ചാടി ആടി,
താമര നൂലിനാൽ, ഇതൊക്കെ നമുക്കൊരു ഗസൽ ശ്രേണിയിൽ പാടാൻ പറ്റാവുന്ന പാട്ടുകളാണ്. അതൊന്നും എന്താ പറയാ, നമുക്ക് ഹെവി ഓർക്കസ്ട്രേഷൻ ആവശ്യമില്ലാത്ത പാട്ടുകളാണ്. കണ്ണിൻ വാതിൽ ചാരാതെ, അത് ഈവൻ ദീനദയാലു രാമ ഒരു ക്ലാസിക്കൽ ബേസ് ഉള്ള പാട്ടുകളാണ്. എന്തേ നീ കണ്ണ. അപ്പൊ നാട്ടിൽ ഞാൻ ഗസൽ പാടുമ്പം പ്യോർ ഉറുദുവിലേക്ക് പോവാതെ അതിൽ കുറെ ബാബുരാൻ മാഷിന്റെ പാട്ടുകൾ പാടും. അത് ഗസൽ സ്റ്റൈലിലുള്ള പാട്ടുകൾ, എൻ്റെ ഒറിജിനൽസ് അതൊക്കെ പാടാറുണ്ട്. ബാബുഖാനെ പറ്റി പറഞ്ഞപ്പോ ബാബുഖാന്റെ ഒരു പാട്ട് ഏതെങ്കിലും? പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം.